എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അങ്ങനെ കുമാരിക്കരയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ടോക്കിയോയിൽ നക്കാനോ എന്ന സ്ഥലത്ത് സ്റ്റാഫ് ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ അവിടെ അടുത്ത് ബ്രഹ്മകുമാരീസ് എന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനം അവിടെ ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ രാജസ്ഥാൻ മൗണ്ട് അബു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ പ്രസ്ഥാനമാണ് ബ്രഹ്മകുമാരീസ്. ആ പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ അടുത്തറിയുവാനും അവരുടെ ധ്യാനമാർഗമായ രാജയോഗ അത് പരിശീലിക്കുവാനുമെല്ലാം എന്ന് എനിക്ക് അവസരമുണ്ടായി. ഞാൻ കൂടെ അവിടെ അവരുടെ സെൻറ്റർ സന്ദർശിക്കുകയും ഞായറാഴ്ച ദിവസങ്ങളിൽ ഉള്ള ധ്യാന പരിപാടിയിൽ പങ്കെടുക്കുകയും ഉണ്ടായി. അന്ന് ഞാൻ ഓർക്കുന്നു, മൗണ്ട് അബുവിൽ നിന്നും അവരുടെ നേതാവ്, അവരുടെ നേതൃസ്ഥാനത്തുള്ളവരെല്ലാം സ്ത്രീകളാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ബ്രഹ്മകുമാരീസിന്. അങ്ങനെ ബ്രഹ്മകുമാരീസിൻ്റെ നേതാവായിരുന്ന ദാദി ജാനകി ഇവിടെ ജപ്പാൻ സന്ദർശിച്ചപ്പോൾ ടോക്കിയോയിൽ അവരുടെ കൂടെ ആ ഒരു ധ്യാന പരിപാടിയിൽ പങ്കെടുക്കുവാനും അവരുടെ ആയിട്ട് നേരിട്ട് കാണുവാനും എല്ലാം ഇടയായത് ഞാൻ ഓർക്കുകയാണ്. ആത്മീയ മേഖലയിൽ, ഇന്ത്യൻ ആത്മീയ നവമണ്ഡലത്തിൽ വളരെ ജെന്യുവിനായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് ബ്രഹ്മകുമാരീസിനെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ ധ്യാനമാർഗവും അന്ന് എനിക്ക് പരിശീലിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ സന്തോഷം, ചാരിതാർത്ഥ്യം നൽകിയ ഒരു സംഭവം കൂടിയായിരുന്നു. അങ്ങനെ കുമാരിക്കരയിൽ ജോലി ചെയ്യുന്നിരുന്ന സമയത്ത് തന്നെ എൻ്റെ പ്രിയ സ്നേഹിതൻ ഒരു നിത്യാനന്ദൻ, ഞാൻ ഇവിടെ വെച്ച് പരിചയപ്പെട്ടു എന്ന് പറഞ്ഞ പാലക്കാടുകാരൻ നിത്യാനന്ദൻ, അദ്ദേഹം ആണ് ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് അത്സുഗിയിൽ, കാനാഗാവ കെന്നിൽ അത്സുഗിയിൽ വിൽപ്പനയ്ക്ക് അവർ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഷെഫ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തും മലയാളിയുമായ ഖാദർ ആണ്. ഖാദർ സാനെ ഞാനും നിത്യാനന്ദനും കൂടി ഒരു ദിവസം വന്ന് കാണുന്നു, ഈ റെസ്റ്റോറൻറ്റും കാണുന്നു. അങ്ങനെ ഓണറുമായിട്ട് അന്നവിടെ ഒരു ജാപ്പനീസ് ഓണറാണ് ആ റെസ്റ്റോറൻറ്റ് നടത്തിയിരുന്നത്. അവരുടെ ജന്മദേശത്തേക്ക് സെന്തായിലേക്ക് അവർക്ക് മടങ്ങിപ്പോകേണ്ടതുള്ളതിനാൽ ആണ് അവർ ഈ റെസ്റ്റോറൻറ്റ് വിൽക്കുന്നത് എന്നും ആ റെസ്റ്റോറൻറ്റ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് എന്ന് ഞങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലായി. പ്രത്യേകിച്ച് ഈ ഖാദർ സാന, അതിൻ്റെ ഷെഫായിരുന്ന ഖാദർ സാനാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ എല്ലാ റെസിപ്പികളും, എല്ലാ ഒരു വൈവിധ്യങ്ങളും എല്ലാം അവിടെ ഒരുക്കി അത്സുഗിയിൽ, കനഗാവയിൽ വളരെ പേരുകേട്ട നിലയിൽ ഈ റെസ്റ്റോറൻറ്റിനെ ആക്കിയത്. അതിൻ്റെ പേര് ബോംബെ എന്ന പേര് നിർദ്ദേശിച്ചതുമെല്ലാം ഈ ഖാദർ സാനാണ്. അദ്ദേഹം ആണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ചെല്ലാം ഞങ്ങൾക്ക് വിവരിച്ചു തന്നത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് കൊടുക്കുവാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓണറുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് വാങ്ങാൻ തയ്യാറാണ്, സന്നദ്ധമാണ് എന്ന് അറിയിച്ച് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് വാങ്ങുവാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാനും നിത്യാനന്ദനും വേറെ റെസ്റ്റോറൻറ്റുകളിൽ മാനേജരായിട്ട് ജോലി ചെയ്യുന്ന സമയമായിരുന്നു. ഞങ്ങൾ ആ ജോലി, റെസ്റ്റോറൻറ്റുകളിൽ ഉള്ള ജോലി ഞങ്ങളുടെ ഉപേക്ഷിച്ച് ഇവിടെ പുതിയതായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് വാങ്ങി ഞങ്ങൾ അത്സുഗിയിലേക്ക് ഞങ്ങൾ താമസം മാറ്റുകയാണ് ഉണ്ടായത്. ആ സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ ഭാര്യയെയും കുട്ടികളെയും ബാംഗ്ലൂരിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു തീരുമാനം കൂടി എടുക്കുന്നു. ആ സമയത്ത് ബാംഗ്ലൂർ എൻ്റെ മൂത്ത മോൻ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവിടെ വിദ്യാഭ്യാസവും സ്കൂളിൽ വളരെ ഭാര്യയെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. കാരണം കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ രീതി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അവിടെ മാതാപിതാക്കൾ കൂടി കുട്ടികളോടൊപ്പം അവരെ പരിശീലിപ്പിക്കുവാനും അവരുടെ ഹോംവർക്ക് കാര്യങ്ങളിലെല്ലാം അതുപോലെ ഉത്സാഹിച്ച് നിന്നാൽ മാത്രമേ ആ കുട്ടികളുടെ പഠനം ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. എന്നാൽ എൻ്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ജപ്പാൻകാരിയായതിനാൽ, മാത്രമല്ല ഇന്ത്യയിലെ ആ ഇംഗ്ലീഷും അവിടുത്തെ CBSE സിലബസിലുള്ള കുട്ടികളുടെ പരിശീലനവുമെല്ലാം ചെറിയ ക്ലാസ്സുകളിൽ ബുദ്ധിമുട്ടില്ലായിരുന്നുവെങ്കിലും ക്ലാസ്സുകൾ മുകളിലേക്ക് കയറുമ്പോഴേക്കും അതിലെ ബുദ്ധിമുട്ടുകൾ വളരെ വലുതായിരുന്നു. അപ്പോൾ എങ്ങനെയും അവിടെ നിന്ന് വിദ്യാഭ്യാസം ജപ്പാനിലേക്ക് മാറ്റണം എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ കൈക്കൊണ്ട സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് വാങ്ങുവാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ സ്വന്തമായി ഒരു ബിസിനസ് ഇവിടെ തുടങ്ങുന്നു എന്നുള്ള ആ ഒരു കോൺഫിഡൻസ് അത് വന്നപ്പോഴാണ് എനിക്കും അവരെ ഇവിടേക്ക് ക്ഷണിക്കുവാനുള്ള, അല്ലെങ്കിൽ ഞാൻ വേറെ റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലി സ്ഥിരതയെക്കുറിച്ചൊക്കെയുള്ള ബുദ്ധിമുട്ട് ഉള്ളതിനാൽ അന്നൊന്നും എനിക്ക് അതിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഇവിടെ സ്വന്തമായി ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കാനാഗാവ കെന്നിലെ അത്സുഗിയിൽ വാങ്ങുകയാണ്, എൻ്റെ പാർട്ണറായിട്ട് നിത്യാനന്ദനും കൂട്ടത്തിൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായ രീതിയിൽ അന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ, അന്ന് ഞാൻ കേരളത്തിൽ നിന്ന് ഇവിടേക്ക്
കുടുംബത്തെ എല്ലാം ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോരുന്ന സമയത്ത് എൻ്റെ സൗഹൃദ വലയം സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്ന് ഒരു സെൻഡ് ഓഫ് നൽകുവാൻ വേണ്ടി ഞങ്ങൾ സാധാരണ ഞാൻ നാട്ടിൽ കേരളത്തിൽ ഭാര്യയോടും കുട്ടികളോടും ഒപ്പം ചെല്ലുമ്പോഴെല്ലാം എൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങൾ പിരിയുന്ന സമയത്ത് ഞങ്ങൾ ഒത്തുകൂടാറുള്ള ഒരു സിസിലിയ ഹോട്ടൽ, എൻ്റെ സുഹൃത്തിൻ്റെ തന്നെ റെസ്റ്റോറൻറ്റ് ഹോട്ടലിൽ അവിടെ ഒത്തുകൂടി ഞങ്ങൾ ഒരു സ്നേഹം പങ്കിടുന്ന പതിവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് വാങ്ങി ഇവിടേക്ക് ഞങ്ങൾ പോരുന്നു എന്നറിഞ്ഞപ്പോൾ ഇനിയിപ്പോൾ ഉടനെയൊന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് ഉണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ട് ആ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഒത്തുകൂടി അന്ന് ഞങ്ങൾ അവിടെ വെച്ച് ഒരു തീരുമാനം എല്ലാവരും കൂടി കൈക്കൊള്ളുകയാണ്. ഈ ഒരു സൗഹൃദം, ഈ ഒരു കൂട്ടായ്മ നമുക്ക് കൂടുതൽ ഊഷ്മളമാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനുള്ള ഒരു വേദിയായി, അതിനുള്ള ഒരു അതിന് ഒരു അവസരമായി നമുക്ക് ഒരു സംഘടന ഇവിടെ രൂപീകരിക്കണം. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഒരു സൗഹൃദം ആയിരിക്കണം അതിൻ്റെ മുഖ്യ ലക്ഷ്യം. അതിനുവേണ്ടി ഒരു സംഘടന നമുക്ക് രൂപീകരിക്കണം എന്നുള്ള ഒരു ആശയം അത് പ്രിയ സ്നേഹിതൻ സുനിലാണ് അത് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ആശയത്തിന് എല്ലാവരും പിന്തുണ നൽകുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആലോചിച്ചപ്പോൾ എടുത്ത ഒരു തീരുമാനമാണ് ഫുജിഗംഗ എന്ന പേരിലൊരു സംഘടന. ജപ്പാൻ്റെ എല്ലാവർക്കും ഏറ്റവും മറക്കാനാവാത്ത ഒന്നാണ് ഫുജി പർവ്വതം. ജപ്പാനിലെ ബുദ്ധമതത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഫുജി. അതുപോലെ തന്നെ നമ്മളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗംഗ എന്ന വിശുദ്ധ നദിയും. അങ്ങനെ ഈ രണ്ട് പേരുകൾ ചേർത്ത് ഞങ്ങൾ ഫുജിഗംഗ എന്ന ആ ഒരു സംഘടനയ്ക്ക് അവിടെ രൂപം കൊടുക്കുകയാണ്. ആ സംഘടനയ്ക്ക് അവിടെ രൂപം കൊടുത്ത ശേഷം അതിൻ്റെ ഒരു സന്നദ്ധ സംഘടനയായിട്ട് രൂപം കൊടുത്തു. ഞാൻ നേരത്തെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മറയൂരിലെ ആദിവാസി വിഭാഗമായ മുതുവാന്മാരുടെ ഇടയിൽ തന്നെ ആവട്ടെ നമ്മുടെ ആദ്യ പ്രവർത്തനം എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അങ്ങനെ തൊടുപുഴയിലെ നല്ലവരായ ആളുകളുടെ എല്ലാം സഹകരണത്തോടു കൂടി ആദിവാസിയുടെ ഇടയിലുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് ഉള്ള തുടക്കം കുറിച്ച ശേഷമാണ് ഞാനന്ന് ജപ്പാനിലേക്ക് പോരുന്നത്. അങ്ങനെ ജപ്പാനിൽ വന്നു. ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ബോംബെയുടെ പ്രവർത്തനങ്ങളുമായിട്ട് നിത്യസാനുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് മുന്നേറുന്ന സമയത്ത് തന്നെ ഇവിടെയും ഫുജിഗംഗയുടെ ഒരു ചാപ്റ്റർ, ജപ്പാൻ ചാപ്റ്റർ ഉദ്ഘാടനം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം, ആവശ്യം ഞങ്ങൾ അങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇവിടെ തുടക്കം കുറിച്ച സമയത്ത് തന്നെ ഇന്ത്യയിൽ നിന്നും OISCA എന്ന സന്നദ്ധ സംഘടന, സുരേഷ് ബാബു സാൻ നേതൃത്വം നൽകുന്ന OISCA, അതിൻ്റെ നേതാവ് സുരേഷ് ബാബു എല്ലാ വർഷവും ഇവിടെ ജപ്പാനിൽ വരുന്നതാണ്. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജപ്പാനാണ്. അപ്പോൾ ജപ്പാനിൽ വരുന്നപ്പോൾ ആ വർഷം അന്ന് അതിഥിയായിട്ട് ഇവിടെ എത്തിയത് അന്ന് കേരളത്തിൽ വനമന്ത്രിയായിരുന്ന ശ്രീ ബിനോയ് വിശ്വമായിരുന്നു. അപ്പോൾ ആ ബിനോയ് വിശ്വം അവരുകളെ കൊണ്ട് തന്നെ ഞങ്ങൾ ഫുജിഗംഗയുടെ ജപ്പാൻ ചാപ്റ്ററിൻ്റെ ഉദ്ഘാടനം ഇവിടെ ബോംബെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് നടത്തി. അതും ഒരു മറക്കാനാവാത്ത ഒരു അനുഭവമായി. അങ്ങനെ ഇവിടെ ജപ്പാനിലുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഇടയിൽ പുതുതായിട്ട് ജോലിക്ക് വേണ്ടി ഇവിടേക്ക് വരുന്ന IT പ്രൊഫഷണൽസ് ആയിരുന്നു ആദ്യമായിട്ട് ഇവിടെ കൂടുതലായിട്ട് ആ സമയത്ത് എത്തിക്കൊണ്ടിരുന്നത്. അവർക്ക് ഇവിടെ ഭാഷാ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സമയങ്ങളിൽ, അതുപോലെ അവരുടെ ആശുപത്രി കാര്യങ്ങളിൽ, അത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ സേവനം ചെയ്തുകൊണ്ട് ആണ് ഫുജിഗംഗയുടെ പ്രവർത്തനം ഇവിടെ ആദ്യമായി തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങി ഞങ്ങൾ ഇവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ കേരളത്തിൽ വളരെ ആവേശകരമായ രീതിയിൽ തൊടുപുഴ കേന്ദ്രീകരിച്ച് ഫുജിഗംഗ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവിടെ തൊടുപുഴയുടെ സാംസ്കാരിക രംഗത്ത് വളരെ മറക്കാനാവാത്ത പല പരിപാടികളും സംഘടിപ്പിച്ച് കേരളത്തിൽ ഫുജിഗംഗ പേരെടുക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ ഓർക്കുന്നു, ശ്രീ സൂര്യകൃഷ്ണമൂർത്തി സാറിൻ്റെ സൂര്യകൃഷ്ണമൂർത്തിയുടെ സൂര്യ ഫെസ്റ്റിവൽ, അദ്ദേഹം നേതൃത്വം നൽകുന്ന സൂര്യ ഫെസ്റ്റിവൽ ആദ്യമായി ഇടുക്കി ജില്ലയിൽ കൊണ്ടുവരുവാൻ സാധിച്ചത് അന്ന് ഫുജിഗംഗയ്ക്കാണ്. അങ്ങനെ ഫുജിഗംഗ സൂര്യ ഫെസ്റ്റിവൽ തൊടുപുഴ വളരെ ഗംഭീരമായ രീതിയിൽ നടത്തി. അങ്ങനെ ആ ഒരു പ്രവർത്തനങ്ങൾ അവിടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഒരിക്കൽ ജപ്പാനിൽ നിന്നും അവധിക്ക് കേരളത്തിൽ ചെല്ലുന്ന സമയത്ത് ആദിവാസി മേഖലയിലെ മുതുവാന്മാരുടെ ഇടയിൽ മറയൂരിൽ നടന്നുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ ചുക്കാൽ പിടിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ ഒരു മാജിക് ഷോ നടത്തുവാൻ തീരുമാനമെടുക്കുന്നു. അന്ന് അതിനു മുമ്പ് തന്നെ പ്രശസ്ത മജീഷ്യൻ മുതുകാടുമായിട്ട് ഫുജിഗംഗയുടെ നേതാക്കൾ സുനിലും അതുപോലെ തന്നെ തൊടുപുഴയിലുള്ള നേതാക്കളും നല്ല ബന്ധം സ്ഥാപിച്ചിരുന്നു. ഞങ്ങൾ തൊടുപുഴയിൽ ഫുജിഗംഗയുടെ ഒരു പരിപാടിക്ക് മാജിക് ഷോ നടത്തുവാൻ മുതുകാടിനെ ക്ഷണിച്ച് അങ്ങനെയാണ് ആ ബന്ധം അവിടെ നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ മറയൂരിൽ ആദിവാസി മേഖലയിൽ നടത്തുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അദ്ദേഹം കേട്ടറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവരുടെ ഇടയിൽ ഒരു മാജിക് ഷോ നടത്തുവാനും അതും
ഫ്രീ ആയിട്ട് യാതൊരു സംഭാവനയോ പൈസയോ കൂടാതെ തന്നെ ആദിവാസികളുടെ ഒരു അവർ അന്ന് വിദ്യാഭ്യാസത്തിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ അവരുടെ ഇടയിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അവർക്ക് ഒരു ബോധവൽക്കരണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി മാജിക്കിലൂടെ അന്ന് മുതുകാട് ഈ മാജിക്ക് ഉപയോഗിച്ച് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം പല രീതിയിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്ന സമയം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, നമുക്ക് ഫുജി ഗംഗയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു പരിപാടി നടത്തുകയാണെങ്കിൽ ഞാൻ വന്ന് ഫ്രീ ആയിട്ട് ഒരു മാജിക് ഷോ ആ വനത്തിനുള്ളിൽ ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ നാട്ടിൽ ചെല്ലുന്ന സമയം കൂടിയാണ്. അപ്പോൾ എനിക്കും അതൊരു വലിയ അതിശയമായി തോന്നി. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നും അദ്ദേഹത്തിൻ്റെ മുഴുവൻ മാജിക് ട്രൂപ്പ് അംഗങ്ങളുമായിട്ട് വലിയ വാഹനങ്ങളിൽ അവരുടെ മാജിക് എക്യുപ്മെൻസുകളുമെല്ലാമായിട്ട് മറയൂരിൽ, ഞങ്ങൾ തൊടുപുഴയിൽ നിന്നുമാണ് യാത്ര തിരിച്ച്, തൊടുപുഴയിൽ നിന്നും ഇത്രയും ദൂരം യാത്ര തിരിച്ച് മറയൂരിലെത്തി. മറയൂരിൽ നിന്നും ഈ മാജിക് എക്യുപ്മെൻസുകളെല്ലാം തലച്ചുമുട്ടായിട്ട് കൊണ്ടുപോകണം വനത്തിലൂടെ ഈ മുതുവാന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക്. അങ്ങനെ ആ മുതുവാന്മാരും ഞങ്ങൾ എല്ലാവരും കൂടി ആ മാജിക് ഉപകരണങ്ങളെല്ലാം ഈ വനത്തിനുള്ളിൽ കിലോമീറ്ററുകൾ താണ്ടി വനത്തിനുള്ളിൽ കൊണ്ടുപോയി ആ വനത്തിൽ ഇവർ താമസിക്കുന്ന അവരുടെ ആദിവാസി കുടിയിൽ സെറ്റിൽമെൻറ്റിൽ മാജിക് ഷോ നടത്തിയത്. അത് വളരെ വിജയകരമായ രീതിയിൽ അവർക്ക് ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം മാജിക് എന്നത് അവർ ആദ്യം കാണുകയാണ്. ആ മാജിക്കിലൂടെ അവർക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം അഭ്യസിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്ന അവർക്ക് അറിവിൻ്റെ ആ ഒരു പുതിയ മേഖലയിലേക്ക് കടന്നു വരുമ്പോഴുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റിയെല്ലാം വിവരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയും ഒക്കെ ദൂഷ്യഫലങ്ങൾ അത് വിശദീകരിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ മാജിക് ഷോ പരിപാടി ആ വനത്തിനുള്ളിൽ അന്ന് സംഘടിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അതിലൂടെയാണ് മുതുകാടുമായിട്ട് എനിക്ക് ഒരു സഹോദര തുല്യമായ ഒരു ബന്ധം. അദ്ദേഹം ഇത്തരം ഒരു പരിപാടിക്ക് അവിടെ ഇറങ്ങി വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഫുജി ഗംഗയുടെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആവേശകരമായ ഒരു സമയമായിരുന്നു. അങ്ങനെ ആ സമയം മുതൽ അദ്ദേഹവുമായിട്ട് ഞങ്ങൾ വളരെ അടുത്ത ബന്ധം തുടരുകയും അദ്ദേഹത്തെ ഫുജി ഗംഗയുടെ തന്നെ ഒരു പേറ്റനായിട്ട് ഞങ്ങൾ ക്ഷണിക്കുകയും അദ്ദേഹം അത് സവിനയം സ്വീകരിച്ച് ഫുജി ഗംഗയുടെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും അന്നു മുതൽ വേണ്ട എല്ലാ ഉപദേശങ്ങളും നൽകി തുടരുകയുമാണ്. അപ്പോൾ ആ പ്രവർത്തനം തുടങ്ങിയതും ഈ സമയത്ത് തന്നെ ഫുജി ഗംഗയുടെ കീഴിൽ മറയൂരിൽ വെച്ചാണ്. അങ്ങനെ അവിടെ നിന്നും ഞാൻ വീണ്ടും ജപ്പാനിലേക്ക് തിരികെ പോയിരുന്നു. തിരികെ വന്ന് ഇവിടെ ഞാനും നിത്യസാനും ചേർന്ന് ഫുജി ഗംഗയ്ക്ക് വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തി. ആ ഒരു സമയത്ത് ഞങ്ങൾ മജീഷ്യൻ മുതുകാടിനെ ഞങ്ങൾ ജപ്പാനിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് ജപ്പാനിൽ വരുന്നതും ജപ്പാനിലെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാജിക് ഷോയും എല്ലാം ഞങ്ങൾ ഫുജി ഗംഗയുടെ നേതൃത്വത്തിലാണ് അന്ന് ഇവിടെ ജപ്പാനിൽ നടത്തിയത്. അങ്ങനെ ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു സൗഹൃദ കൂട്ടായ്മ ഈ ബോംബെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ തുടങ്ങി എന്നതിനോടൊപ്പം തന്നെ ഒരു സൗഹൃദ സംഘടന കൂടി ഞങ്ങൾക്ക് തുടങ്ങുവാൻ സാധിച്ചു. അതിലൂടെ പല ജാപ്പനീസ് ആളുകളെയും ജപ്പാനും ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കുവാനും അങ്ങനെ ഇന്ത്യയിൽ നിന്ന് വരുന്ന പലരെയും ഞങ്ങൾക്ക് ഇവിടെ സ്വീകരിക്കുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട ഇവിടെ വേണ്ട എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി കൊടുക്കുവാനും എല്ലാം കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ ചാരിതാർത്ഥ്യം നൽകുന്ന ഒന്നായിരുന്നു. അങ്ങനെ ഇപ്പോഴും ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ഫുജി ഗംഗയുടെ പ്രവർത്തനം തുടർന്നുകൊണ്ട് ഇരിക്കുകയാണ്. തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ മുന്നോട്ടുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റി കൂടുതൽ വിശദീകരിക്കാമെന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.